ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ ഒന്നല്ല കേട്ടോ, അതെൻ്റെ മോൻ്റെ അഹിമോൻ്റെ രണ്ടാമത്തെ മോൻ്റെ ചോറുണ്ട് വീഡിയോ ആണ്. ഞങ്ങൾ മുത്തപ്പൻകാവ് കണ്ണൂർ പടശ്ശിന് കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയതാണ്. കുറേ ആയി വീഡിയോ എടുത്ത് വെച്ചിട്ട് അറിയാലോ, 6 മാസം എടുത്ത് മോനെ ഇപ്പോൾ 1.5 വയസ്സായി. പക്ഷേ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്തിട്ടോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ ഒരു ഓർമ്മ, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പിന്നെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, ആ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ആ മടിയൊക്കെ മാറി ഇപ്പം ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വൈഫൈ ഒക്കെ കിട്ടിയപ്പോൾ മൊത്തം വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇനി എൻ്റെ വീഡിയോസൊക്കെ പഴയ വീഡിയോ ആണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പിന്നീട് കാണാൻ എൻ്റെ ഒരു മെമ്മറി, എൻ്റെ കയ്യിൽ നിന്ന് പണ്ടത്തെ എൻ്റെ മോൻ്റെ യുവീൻ്റെ കുറേ വീഡിയോസൊക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഇടണമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ഗുണം മനസ്സിലായി. കാരണം നമുക്ക് എവിടെ പോയാലും കാണാൻ പറ്റും, പിള്ളേരാണെങ്കിലും വലുതായാലും കാണാൻ പറ്റും. അങ്ങനെ അഹിമൻ്റെ ചോറാണ്, എൻ്റെ അച്ഛനായിട്ട് ചോറ് കൊടുത്തത്. അങ്ങനെ ഒരു കാര്യത്തിലൊന്നും ഉണ്ടായിരുന്നു, നല്ല മിടുക്കനായിട്ട് ഇരുന്ന ചോറൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ അവിടെ വന്ന് അവിടെ നിന്ന് തന്നെ കേട്ടോ ചോറൊക്കെ കഴിച്ച്. മുത്തപ്പൻകാവ് പോയാൽ അവിടുത്തെ ചോറ് തിന്നാണ്ട് വരാൻ പറ്റില്ല, അത്രയ്ക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ് മുത്തപ്പൻകാവ്. ഞാൻ, രജേൻ്റെ അമ്മ, രജേൻ്റെ പെങ്ങൾ, മക്കൾ, എൻ്റെ ചേച്ചിമാർ, മക്കൾ, അച്ഛൻ, ഇത്രയും പേരാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ അഹിമൻ അവനൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൻ ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ടിരുന്നു. അവന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും എവിടെ ഇപ്പോഴും പോകാനാണ് അവനിഷ്ടം. എപ്പോഴാണെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഞങ്ങൾ അവിടെ മുത്തപ്പൻകാവ് തന്നെ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബോട്ടിങ്ങിൽ കയറി. അതിപ്പോൾ സർക്കാരിൻ്റെ ബോട്ടിങ്ങാണ്, പ്രൈവറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സർക്കാരിൻ്റെ എടുത്തത്. അപ്പോൾ 2 മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ നിന്നും ഇതിൻ്റെ പിള്ളേരൊക്കെ മേലിൽ പോയിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊക്കെ താഴെയായിരുന്നു. ഇടയ്ക്ക് മുകളിലോട്ട് വരും, എല്ലാവരും ഉണ്ട്. അങ്ങനെ അടിപൊളി ഒരു യാത്ര കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഇനി അടുത്ത വീഡിയോ